നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ ഉണ്ടാക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും എയർ ഡ്രൈ ക്ലേ നല്ല സൂപ്പർ സോഫ്റ്റാണ്. ഞാൻ ആദ്യത്തെ തവണ ഇത് ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് നമുക്ക് എയർ ഡ്രൈ ക്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കീ ചെയിൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് എയർ ഡ്രൈ ക്ലേ എടുത്ത ശേഷം ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയ ശേഷം ഒന്ന് ഇത്തിരി പരത്തി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എടുത്ത എയർ ഡ്രൈ ക്ലേ ഞാൻ അതപ്പോൾ അതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത്തിരി എയർ ഡ്രൈ ക്ലേ വേറെ എടുത്ത ശേഷം കുറച്ച് ഏകദേശം ഒരു മഴത്തുള്ളീൻ്റെ ഒക്കെ ഒരു ഷേപ്പാക്കി എടുക്കുക. മഴത്തുള്ളി മുകളിലേക്ക് നല്ല കൂർപ്പുണ്ടാവുമല്ലോ, അത്ര കൂർപ്പ് വേണ്ട, ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു കൂർപ്പ് മതി. ഇതുപോലത്തെ ഷേപ്പ്. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൗണ്ടിൻ്റെ മുകളിൽ അതുപോലെ ഒന്ന് വെച്ചെടുക്കാം. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയ ശേഷം ഒന്ന് വെച്ചു കൊടുക്കാം. ഇപ്പം തന്നെ ചിലവർക്ക് പിടി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഏത് കീ ചെയിനാണ് ഉണ്ടാക്കുന്നതെന്ന്. പിൻട്രസ്റ്റിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന നല്ല ക്യൂട്ട് ബണ്ണീൻ്റെ കീ ചെയിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഒരു പ്രാവശ്യം പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു. പിന്നെ ഈ കാര്യം ഞാൻ വിട്ടുപോയി. ഇപ്പോൾ വെറുതെ നോക്കുമ്പോൾ കണ്ടതാണ്. അപ്പം ഞാൻ കരുതിയൊന്ന് വെറുതെ ഉണ്ടാക്കി നോക്കാമെന്ന്. പിൻട്രസ്റ്റിൽ കണ്ട എന്ത് സാധനം ഞാൻ ഉണ്ടാക്കുകയെന്ന് വെച്ചാലും അതിൽ കാണുന്നൊന്നും ഞാൻ ഉണ്ടാക്കിയത് വേറെ ആയിപ്പോവും. അതുകൊണ്ട് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ വല്ലാണ്ട് ഉണ്ടാക്കാറില്ല. അപ്പം നമ്മൾ സംസാരിച്ച് നമ്മുടെ ബണ്ണി ഏകദേശം തയ്യാറായിട്ടുണ്ട്. ക്ലേ വെച്ച് ഞാൻ 2 കൈയും കൂടെ നമ്മുടെ ബണ്ണിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബണ്ണീൻ്റെ കയ്യിൽ വെക്കാനായിട്ട് ഒരു കുഞ്ഞി ഹാർട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു കുഞ്ഞു കഷ്ണം ക്ലേ എടുത്ത ശേഷം ഒന്ന് ഇത്തിരി പരത്തിയ ശേഷം താഴെ ഒന്ന് കൂർപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ കൂർപ്പിച്ചതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊന്ന് ഒരു കുഞ്ഞി വെട്ട് വെച്ചെടുക്കുക. ഇതുപോലെ ഈ 2ആയിട്ട് ഭാഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഏകദേശം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആവില്ലോ. ഇതുപോലെ ഞാൻ ഷേപ്പാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലേ വെച്ചിട്ട് കുഞ്ഞി ബോ കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് ബണ്ണിൻ്റെ ചെവിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബണ്ണിക്ക് 2 കണ്ണ് വെച്ച് കൊടുക്കാം. കണ്ണ് വെക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് എയർ ഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് ചെറിയ മുത്തുണ്ടെങ്കിൽ മുത്ത് വെച്ച് കൊടുക്കാം. എന്നാൽ പെയിൻ്റൊന്നും അടിക്കേണ്ട, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ഞാൻ മുത്തിന് പകരം ഇപ്പോൾ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ചെറിയ ഒരു കഷ്ണം വെച്ച ശേഷം കണ്ണാക്കി വെച്ച് കൊടുക്കണതാ ഇതുപോലെ. പിന്നെ ഒരു വായ കൂടെ ചെറിയ പോലെ വി ഷേപ്പിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ക്ലേ കട്ട് ചെയ്ത ശേഷം ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയ കഷ്ണം ക്രാഫ്റ്റ് വയർ എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ ചെവീൻ്റെ നടുവിലാക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഒരു പൊസിഷനിൽ വെച്ച ശേഷം ഒന്ന് ഇറക്കി കൊടുക്കാം. ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഒരു കളറും കൂടെ അടിച്ചു കൊടുക്കാം. നമ്മുടെ എയർ ഡ്രൈ ക്ലേൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കീ ചെയിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.